أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. صدق الله مولانا العظيم. أهل البدعة هم كلاب أهل النار. شفيعنا وحبيبنا محمد رسول الله. يا سادة البدر السلام عليكم. نرجو الغياث ونحتمي به معكم مستيقنين بفضلكم وعلاكم فتقبلوا برلاكم رضي الله عنكم وزد عرفاننا يا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ അധ്യക്ഷൻ മജീദ് ഫൈസി ഉസ്താദ് അവറുകൾ, അതുപോലെ ഈ നാട്ടിലെ കാരണവന്മാർ, നേതാക്കൾ, മഹല്ല് ഭാരവാഹികൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, മുതഅല്ലിമീങ്ങളെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ ദീൻ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവന്റെ പൊരുത്തം നേടുന്ന സദസ്സായി അല്ലാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനത്തിൽ അല്ലാഹു നമുക്ക് ഇഖ്ലാസ് നൽകുമാറാവട്ടെ. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും ശേഷം നടന്ന ആശംസ പ്രസംഗത്തിലും ഒക്കെ വളരെ കുറഞ്ഞ സമയമാണെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ കയ്യിലാണ് പ്രമാണങ്ങളുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട രൂപത്തിലാണ് എന്റെ മുൻകഴിഞ്ഞ സുഹൃത്തുക്കൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് കൂടുതലായി ഞാൻ പ്രസംഗിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആമുഖമായ ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയുന്നു. ഈ പ്രോഗ്രാം
ആരോടെങ്കിലുമുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനുള്ളതല്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വളരെ മാന്യമായ രൂപത്തിൽ നമുക്ക് പറയാനുള്ളത്, മുൻധാരണകൾ മാറ്റിവെച്ച് സുന്നത്ത് ജമാഅത്ത് ഏതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇനി ഞാൻ പറയുന്ന വിഷയങ്ങളിൽ വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ അവസാനം നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരാൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നാം അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികളിൽ മറ്റൊരു ലക്ഷ്യവും ഇല്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് പറയുന്നതാരാണ്? ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ ആയുസ് കഴിഞ്ഞ് നാം മരണത്തെ നേരിടുന്ന സമയം, ആ സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞ വാചകമാണത്. അല്ലാഹുവാണ് റബ്ബെന്ന് പ്രഖ്യാപിക്കുകയും ചൊവ്വായ വഴിയിലൂടെ നടക്കുകയും ചെയ്താൽ അവന്റെ മരണത്തിന്റെ സമയത്ത് അവന്റെ മുമ്പിലേക്ക് മലക്കുകൾ കൂട്ടം കൂട്ടമായി വരികയും അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട്, മോനെ നീ ഭയപ്പെടാതെ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ആളുകൾ അവരാണ് മുസ്ലിമീങ്ങൾ, അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലാഹു നമ്മുടെ മരണം വരെ ദീൻ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ നിലനിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് നേരത്തെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ നമുക്ക് ഏതും സ്വീകരിക്കാം, പക്ഷേ അത് ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയം അല്ല. അതേസമയത്ത് മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയാനിയൊക്കെ ആകുന്നത് നമ്മുടെ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ അടുത്ത് നമ്മൾ സ്വീകാര്യരാവണം, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെട്ടാലേ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷയുള്ളൂ. ഇബാദത്ത് സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന ചെയ്യുന്നവൻ സുന്നിയായിരിക്കണമെന്നതാണ്. അതാരാ പറഞ്ഞത്? അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ സഹോദരന്മാരെ, മരണം വരെ ഈ ഹദീസ് നിങ്ങളെ മനസ്സിൽ വേണം. ഞാൻ പറയുന്നു, തെറ്റിദ്ധാരണ കൊണ്ട് പലതും മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നുപോയിട്ടുണ്ട്. കുറെ ചെറുപ്പക്കാർ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. സ്നേഹത്തോടെ നമ്മൾ അവരോട് പറയുന്നു, നിങ്ങളോട് ഞങ്ങൾക്ക് വൈരാഗ്യമില്ല. അതേ സമയത്ത് ഈ സത്യത്തിന്റെ സന്ദേശം സ്നേഹത്തോടെ നിങ്ങൾ പറഞ്ഞു തരികയാണ്. ഏതുപോലെ ഒരുമ്മ, ആ ഉമ്മയുടെ ചെറിയ കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുട്ടിക്ക് രോഗമാകുമ്പോ സ്നേഹത്തോടെ ആ കുട്ടിയുടെ വാതിലേക്ക് മരുന്നൊഴിച്ചു കൊടുക്കുന്ന ഉമ്മ, ആ ഉമ്മയെ കുട്ടി തിരിച്ചു ചവിട്ടുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് തിരിച്ചു ചെയ്യാറില്ല. ഇതുപോലെ മരുന്ന് കൊടുക്കുകയാണ്. വിദഗ്ധാകുന്ന രോഗം പിടിപെട്ടാൽ ആഖിറമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് രക്ഷപ്പെടണമെന്ന ചിന്തയോടെ, നല്ല മനസ്സോടെ, നല്ല ഭാഷയിലെന്ന് പറയുകയാണ്, ഈമാനാണോ ലക്ഷ്യം സ്വീകരിച്ചുകൊള്ളുക. സുന്നത്ത് ജമാഅത്തിന്റെ മനസ്സ് അങ്ങനെയാണ്. നബവിമാനിന്റെ മനസ്സ്, ആ മനസ്സ് കണ്ടില്ലേ നിങ്ങൾ? ഇമാം നബവി റഹിമഹുല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്. ഒരു ദിവസം ഒരു കള്ളൻ വന്നു,
തൊപ്പി അങ്ങ് കെട്ടുകൊണ്ടുപോയി. നമ്മളാണെങ്കിൽ ചിന്തിക്കും ആഖിറത്തിൽ വെച്ച് കാണാം. അതേ സമയത്ത് നബിയാണ് ചിന്തിച്ചത്, ഈ കള്ളൻ ആഖിറത്തിൽ വരുമ്പോൾ എന്റെ തൊപ്പി കാരണമായി നരകത്തിൽ കടക്കേണ്ടി വരുമല്ലോ. ഉടനെ തന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് സമാധാനമല്ല. കാരണം പൊരുത്തപ്പെട്ട വിവരം കള്ളനറിയണം. അപ്പോഴേ കള്ളനത് ഉപയോഗിക്കാൻ പറ്റൂ. ഇമാം നബവി അന്വേഷിച്ചു. കള്ളൻ ഇവിടെയുള്ള പോയ വഴി നോക്കി വഴി കണ്ടുപിടിച്ചു. ആ വഴിയിലൂടെ ഒരൊറ്റ ഓട്ടമാണ്. കുറെ അങ്ങ് ഓടിയപ്പോ തൊപ്പിയുമായി കള്ളൻ നല്ല ഓട്ടത്തിലാണ്. കള്ളൻ തിരിഞ്ഞു നോക്കുമ്പോ ഉടമസ്ഥനാണ് വരുന്നത്. കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. ഇമാം നബവിക്ക് മനസ്സിലായി കള്ളൻ പിടിക്കാൻ കിട്ടൂല. ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, മോനെ റലീതുലക, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു, ഇത് കേട്ട് ഓടിക്കോ. എല്ലാവരും നന്നാവണം, എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് വരണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. കുറെ ആളുകൾ മുജാഹിദിന്റെ നേതാക്കൾ അവര് വഞ്ചിച്ചിരിക്കുകയാണ്. ആ വഞ്ചനയാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടായാൽ സ്ക്രീനിലൂടെ നമ്മൾ വരച്ചു കാണിക്കുന്നത്. ഇതൊരു വൈരാഗ്യത്തിന്റെ ശബ്ദമായി വിലയിരുത്താതെ മുജാഹിദ് നേതൃത്വം നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ അതേ വിഷയത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം. എല്ലാ ദിവസവും 17 തവണ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം. ഏതാണ് ഈ നേരായ മാർഗം? സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യമുണ്ട്. കണ്ടോ നിങ്ങൾ, കുറെ കാലമായി ഞാനിങ്ങനെ അന്വേഷിച്ചു നടക്കുന്നു, എന്താണ് ഈ സുന്നിയും മുജാഹിദും തമ്മിൽ ഒരു വ്യത്യാസം? ഒരു വ്യത്യാസം സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോഴാണ് മുജാഹിദുകൾ മണ്ഡലം സമ്മേളനം പ്രഖ്യാപിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കി അതിന്റെ മുദ്രാവാക്യം എന്താണ്? നോക്കുമ്പോഴതാ കാണുന്നു, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ. ഞാൻ ചിന്തിച്ചുപോയി, ഇത് തന്നെയാണ് സുന്നിയും മുജാഹിദും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. കാരണം മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന് പറയുന്നത് ഒരു പണ്ഡിതനോടല്ല, ഒരു സാധാരണക്കാരനെ വിളിച്ചുപോലെ നീ പ്രമാണം നോക്കി കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് അത് ആ സാധാരണക്കാരനോട് ചെയ്യുന്ന അപമര്യാദയാണ്. കാരണം അവൻ ഏതാണ് കിതാബെന്നറിയില്ല, കിതാബിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. എല്ലാ പ്രേക്ഷവാദികളും ഇവരെ വാദിച്ച വാദമാണിത്. നമ്മൾക്ക് പറയല്ല, നിസ്കാരം 3 വക്തുള്ളൂ എന്ന് പറഞ്ഞ ഏകനൂര് മൗലവി, അദ്ദേഹം ആദ്യം സുന്നിയായിരുന്നു. ഈ മൗലവി അദ്ദേഹം പിന്നെ മുജാഹിദായി, പിന്നെ ചേകനൂരായിട്ട് നിസ്കാരം 3 എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അയാൾ പറഞ്ഞ മുദ്രാവാക്യം എന്താണ്? അതേ, മതത്തെ അറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. കാരണം അദ്ദേഹത്തിന് എങ്ങനെയാണ് പ്രമാണം തേടിയത്? വേറൊരു ചങ്ങാതിയുണ്ട് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ. അയാൾ പറയുന്നത് ഇരുമ്പുഴയിലാണ് അയാളെ താമസം. അയാളിപ്പോ ഉണ്ടായ അവതാരമാണ്. അദ്ദേഹത്തിന് ഒരുപാട് വാദങ്ങളുണ്ട്. ഒരു വാദം വിശുദ്ധ ഖുർആൻ അർത്ഥമറിയാതെ ഓതിയവൻ കാഫിറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മതത്തെ അറിയണം പ്രമാണങ്ങളിലൂടെ എന്നാണ്. വേറൊരു ചങ്ങാതി തീരെ നിസ്കരിക്കണ്ടെന്നാണ് അയാളെ വാദം. അയാളും പറയുന്നു മതത്തെ പ്രമാണങ്ങളിലൂടെ അറിയണം. ഉറപ്പായ കാര്യം എന്നതുവരെ നിസ്കരിക്കണമെന്നാണല്ലോ പറഞ്ഞത്. എനിക്ക് നല്ല ഉറപ്പാണ് എന്ന് പറഞ്ഞ ആ മൗലവി പറയുന്നത് ഖുർആൻ നോക്കിയിട്ട് പ്രമാണം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നതെന്നാണ്. ഇതെല്ലാവരും ഇവിടെ പറയുമ്പോ സുന്നത്ത് ജമാഅത്ത് പറയുന്നു. എന്താ പറയുന്നത്? മതത്തെ അറിയേണ്ടത് മഹാന്മാരിലൂടെയാണ്, ഇമാമുകളിലൂടെയാണ് കേട്ടോ. അതാണ് വ്യത്യാസം. പ്രമാണം വേണ്ടെന്നല്ല, പ്രമാണങ്ങൾ നോക്കേണ്ടെന്നല്ല, പക്ഷേ നോക്കേണ്ടത് നമ്മളല്ല, ആലിമീങ്ങൾ നോക്കണം കേട്ടോ, മഹാന്മാര് പറഞ്ഞു തരണം കേട്ടോ. അതാണ് സുന്നത്ത് ജമാഅത്തും എതിരാളികളും തമ്മിലുള്ള വ്യത്യാസം. ഞാനൊരൊറ്റ ഉദാഹരണം പറയാൻ ഞാൻ വിശദീകരിക്കുകയല്ല. ഇന്ന് അധികവും ഞാൻ മൗലവിമാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരൊറ്റ ഉദാഹരണം സുന്നിയും മുജാഹിദും തിരിച്ചറിയാൻ വേണ്ടി ഒരൊറ്റ ഹദീസ്, ലാ തംനഉ
ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല. ഇങ്ങനെ ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, ഇമാം മാലിക്കിന്റെ മുവത്തയിലുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പൊ ഈ ഹദീസ് കിട്ടുന്നു. ഇവിടെ സുന്നിയും മുജാഹിദും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. മുജാഹിദ് നേതാക്കൾ ഈ ഹദീസിനെ നേരെ ഡിക്ഷണറി കൊണ്ട് അർത്ഥം വെക്കും. ലാ തംനഉ, നിങ്ങൾ തടയാൻ പാടില്ല. ഇമാ അല്ലാഹി, അല്ലാഹുവിന്റെ അടിയാത്തികളെ, മസാജിദ് അല്ലാഹ്, പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല. അവര് സ്റ്റേജ് കെട്ടാൻ തുടങ്ങി, അവര് പറയാൻ തുടങ്ങി മതത്തെ പ്രമാണങ്ങളിലൂടെ അറിയണം. പ്രമാണം പറയുന്നത് പള്ളിയിൽ നിന്ന് തടയരുതെന്നാണ്. അതാണ് അവരുടെ മാർഗം. അതേ സമയത്ത് അങ്ങനെ ഒരു ഹദീസ് പാവപ്പെട്ട നമ്മൾ കാണുമ്പോ നമ്മൾ ചിന്തിക്കുന്നു, ഈ ഹദീസ് ഇന്നുണ്ടായതല്ല, ഇന്നലെ ഉണ്ടായതല്ല, 14 നൂറ്റാണ്ട് മുമ്പ് ഈ സമുദായം കേൾക്കാൻ തുടങ്ങിയ ഹദീസാണിത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഷാഫി ഇമാമിനെ പോലെയുള്ള, ഹനഫി ഇമാമിനെ പോലെയുള്ള, നബവി ഇമാമിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാര് അവര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഈ ഹദീസിന് എന്താണോ വ്യാഖ്യാനം നൽകിയത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഡിക്ഷണറി നോക്കിയിട്ടല്ല, മതത്തെ മഹാന്മാർ അവരുടെ അറിയുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ അന്വേഷിച്ചു പോയി. അതാ ഖുറൈശിൻ യംലഉ തിബാഖൽ എന്ന് പറഞ്ഞ ഈ ലോകത്തിന്റെ സർവ്വമേഖലകളിലും വിജ്ഞാനം കൊണ്ട് നിറച്ച ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റഹിമഹുല്ലാഹ് ഈ ഹദീസ് തന്റെ ഇഖ്തിലാഫുൽ ഹദീസിൽ കൊണ്ടുവരുന്നു, തന്റെ കിതാബിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ശാഫിഈ ഇമാം ഒരു ചർച്ച, പലരും എന്നോട് ചോദിച്ചു, പള്ളിയിൽ നിന്ന് സ്ത്രീകളെ തടയരുതെന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? അതാ എന്റെ മുഅ്മിനീങ്ങളെ, ശാഫിഈ ഇമാം ലക്ഷക്കണക്കിന് ഹദീസ് നോക്കിയിട്ട് പറയുന്നു, പെണ്ണിനെ പള്ളിയിൽ നിന്ന് തടയരുതെന്ന ഹദീസിന്റെ അർത്ഥം എന്താണ്? അതെല്ലാ പള്ളിയുമല്ല, അത് മസ്ജിദുൽ ഹറാമിൽ നേരത്തെ പറഞ്ഞ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളി, ആ പള്ളിയിലേക്ക് ഹജ്ജിന് പോകാൻ ഒരു പെണ്ണ് സമ്മതം ചോദിച്ചാൽ ആ പെണ്ണിനെ തടഞ്ഞുകൂടാ എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഇമാം ശാഫിഈ തന്റെ ഇഖ്തിലാഫുൽ ഹദീസിലതാ രേഖപ്പെടുത്തുന്നു. അതാണ് സുന്നിയും മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഹദീസ് കാണുമ്പോ, ഒരായത്ത് കാണുമ്പോ ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം തീരുമാനിക്കുന്നു മുജാഹിദുകൾ. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്ത് പറയുന്നത് ഇതാ ഞങ്ങളതിന് അർഹരല്ല. വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, അവർ പറയട്ടെ, ശാഫിഈ പറയട്ടെ എന്ന് നോക്കുന്നു. അതാണ് മഹാന്മാരിലൂടെയാണ് ഇസ്ലാമിനെ അറിയേണ്ടത്. അതാണ് ഖുർആനിന്റെ വഴി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ എന്ന് ചോദിച്ചപ്പോ അവിടെ ഒരു ചോദ്യമുണ്ട്, ഏതാണ് ഈ നേരായ വഴി? ഏതാണ് നേരായ വഴി? സിറാത്തൽ കിതാബി വസ്സുന്ന, പ്രമാണങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞില്ല. അതെന്താ പറയാത്തത്? എല്ലാവരും അങ്ങനെയാണെന്ന് വാദിക്കും. അതേ സമയത്ത് അല്ലാഹു പറഞ്ഞത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് നീ അനുഗ്രഹിച്ചവരുടെ മാർഗമെന്നാണ്. ഏതാണ് അനുഗ്രഹിച്ചവർ? അത് സൂറത്തുൽ നിസായിൽ അല്ലാഹു പറഞ്ഞു, ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. സാലിഹീൻ അത് അംബിയാക്കളാണ്, ഔലിയാക്കളാണ്, സുഹദാക്കളാണ്. ഇവർ കാണിച്ചു തന്ന മാർഗം, ആ മാർഗത്തെ പിൻപറ്റിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഏതാണ് വഴി? ഏതാണ് വഴി? ഞാൻ കാണിച്ചു തരാം. ഏറ്റവും വലിയ നേതാവ് അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലല്ലേ ഏറ്റവും വലിയ നേതാവ്. ആ നേതാവ് പഠിപ്പിച്ച മാർഗം ഏതാണ്? സുന്നി പ്രസ്ഥാനമാണോ അതോ മുജാഹിദാണോ?
ജമാഅത്തെ ഇസ്ലാമിയാണോ? അത് ഞാൻ പറയുന്നില്ല. മുജാഹിദിന്റെ വലിയ നേതാവായ മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹത്തിന്റെ പേര് തന്നെ മുജാഹിദാണ്. ഒരു കാലത്തും അറിവുകൊണ്ടാണ് എഴുതി അങ്ങനെ തന്നെ ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് ബാലുശ്ശേരി ഒരാ പറയുന്നു നബിതങ്ങൾ ആരായിരുന്നു എന്ന്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനായി. പക്ഷേ മൂപ്പര് മുജാഹിദാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആദ്യം തന്നെ ഇത് കാണിച്ചത് എന്തിനാണ്? എന്റെ പണി കുറയാനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നിയായിരുന്നുവെങ്കിൽ ആ അല്ലാഹുവിന്റെ റസൂല് കടക്കുന്ന സ്വർഗത്തിലേക്കല്ലേ നമുക്ക് കടക്കാനുള്ളത്. അതുകൊണ്ട് സുന്നിയായി ജീവിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇനി ഞാൻ പറയുന്നു, നേരത്തെ പറഞ്ഞല്ലോ, പാഴക്കപ്പലിൽ കയറിയിട്ട് മഹാന്മാരായ സ്വഹാബികൾ അവരെ കുടുംബത്തെ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വന്നു കേട്ടോ. ഇവിടെ സ്വീകരിച്ചത് ഈ നാട്ടിലെ അമുസ്ലിമീങ്ങളാണ്. വളരെ സ്നേഹത്തോടെ ഇളനീര് നൽകിയിട്ട് നമ്മുടെ നേതാക്കൾക്ക് സ്വീകരണം നൽകിയത് ഈ രാജ്യത്തുള്ള അമുസ്ലിമീങ്ങളാണ്. മുസ്ലിം സമുദായത്തിന്റെ സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും പണ്ട് മുതൽക്കേ ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കേരളം ആ രൂപത്തിൽ മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി നിലനിൽക്കുന്നു. അല്ലാഹു അങ്ങനെ തന്നെ നിലനിർത്തുമാറാവട്ടെ. ഈ സ്വഹാബത്ത് അവരെവിടെന്നാ പിൻപടിച്ചത്? അവർ അള്ളാന്റെ റസൂലിന്റെ ചുണ്ടുകളിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിൻപടിച്ച് ഇങ്ങോട്ട് പറഞ്ഞു തന്നതാണ്. ഇനിയതിൽ സംശയങ്ങളില്ല. എന്നാൽ നോക്കൂ, നിങ്ങൾ മുജാഹിദ് വന്ന് നിങ്ങൾ കേട്ടല്ലോ, 921 ശേഷമാണ്. അവരെ നമ്മളൊന്ന് നോക്കണം, അവരെ പാരമ്പര്യം നിങ്ങളൊന്ന് പരിശോധിക്കണം. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകർ എന്റെ പ്രസംഗം കേൾക്കുന്നുവെങ്കിൽ അവർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ഇപ്പോഴും കുറെ ആളുകൾ പറയുന്നുണ്ട്, കുറെ തലയെക്കെട്ട് കെട്ടിയ ആളുകൾ അവർ മുജാഹിദാകുന്നു, അതുകൊണ്ട് മുജാഹിദ് വളരുന്നു എന്ന് പറയുന്ന ചില മൗലവിമാരുണ്ടാകും. സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളത് പറയുന്നത് ഞങ്ങൾക്കുള്ള അംഗീകാരമാണ് കേട്ടോ. കാരണം പണ്ടുകാലം മുതൽക്കേ ഉള്ളത് ഇവിടെ സുന്നികളാണ്. പണ്ടുകാലം മുതൽക്കേ സുന്നികളാണ്. പിന്നെ സുന്നിയിൽ നിന്നിങ്ങനെ പോയതാണ്. തറവാട് സുന്നികൾക്കാണെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഞാൻ പറഞ്ഞു തരാ. ഈ കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയത് KM മൗലവിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, കൊടുങ്ങല്ലൂരിൽ ഐക്യസംഘം, അൽഹംദുലില്ലാഹ്, ഐക്യസംഘം ഉണ്ടാക്കിയ വീടിന്റെ സമീപത്ത് ഇന്നലെ നമ്മളൊരു പള്ളി ഉദ്ഘാടനം നടത്തി. വലിയ അലിമീങ്ങൾ പങ്കെടുത്ത ആ സദസ്സിൽ ഉള്ളാള് തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ട് ഐക്യസംഘത്തിന്റെ ആ സ്ഥലത്ത് 90 കൊല്ലത്തിന് ശേഷം ഒരു സുന്നി പള്ളി ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, ഞാൻ പറയുന്നത് എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം തിരിയുന്നവർ സുന്നത്ത് ജമാഅത്തിലേക്ക് വരുന്നുണ്ട്. ധാരാളം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുന്നവർ കഴിഞ്ഞ ഒരാഴ്ച മുമ്പും ഒരു സുഹൃത്തന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, അത് ആദിവാ സംവാദം ഞാൻ കണ്ടപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കൾ പാടുപെടുന്നത് കണ്ടപ്പോ എനിക്ക് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ചിന്തിക്കുന്നവരുണ്ട്. അല്ലാഹു നൽകണം ഹിദായത്ത്. ദാലിക്കൽ ഫദ്ലു മിനല്ലാഹ്. അത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും ഹിദായത്തിന്റെ മാർഗത്തിൽ തന്നെ നിലനിർത്തുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് മുജാഹിദ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് KM മൗലവിയാണ്. ഈ KM മൗലവിയുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം തലയെക്കെട്ട് കെട്ടിയ ഒരു മുസ്ലിയാരായിരുന്നു. അദ്ദേഹമാണ് പിന്നെ മുജാഹിദിലേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ മുജാഹിദ് ഉണ്ടാക്കിയത് കണ്ടോ നിങ്ങളത്. നമ്മളെ സക്കരിയ സലാഹി തന്നെ അത് പറയും. ഞാൻ പറഞ്ഞാൽ ആരോപണമാണെന്ന് പറയും. ഉണ്ടാക്കിയ KM മൗലവി തന്നെ ആദ്യം സുന്നിയായിരുന്നു എന്ന് അതാ പറയുന്നു നമ്മുടെ സക്കരിയ സലാഹി. പ്രസ്ഥാനം എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാര് ആദ്യം കുറെ ആദർശങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചതല്ല. ഈ സമുദായത്തിലെ തെറ്റുകൾ ഓരോന്നോരോന്ന് ബോധ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാര് മാറാൻ തുടങ്ങി. KM മൗലവിയും EK മൗലവിയും ഒക്കെ തലയെക്കെട്ടിയ മുസ്ലിയാക്കന്മാരായിരുന്നു. KM മൗലവിന്റെ ശരിയായ പേരെന്തായോ? തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പൊ സ്വാഭാവികമായും തൗഹീദ് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ തെളിവ് കിട്ടുന്നതിന് തിരുത്തിക്കൊണ്ടേയിരുന്നു. ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞത് ഒരു സാങ്കല്പിക പ്രയോഗമാണ്. കാരണം ഇങ്ങോട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെങ്കിലല്ല അങ്ങനെ പറയാൻ പറ്റും. ഇല്ല,
അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉദിച്ച ചില പിഴവുകൾ, അത് പഴയകാല കിതാബ് എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ വഹാബും റഷീദിലുള്ളയും ഒക്കെ കൊടുത്തുവിട്ട ചില വാദങ്ങൾ അദ്ദേഹം ചിന്തിച്ചുപോയി. അങ്ങനെയാണ് ആ മനുഷ്യൻ വഴിവേച്ചു പോയത്. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് പിന്നെ കെ എം മൗലവിയാകുന്നത്. ഞാനത് പറയുന്നത് ഇനി ഏതെങ്കിലും ഒരു മുസ്ലിയാര് അദ്ദേഹം മുജാഹിദായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആഖിബത്ത് പോയി എന്നല്ലാതെ ഈ സമുദായത്തിന് പ്രശ്നമേ അല്ല. കാരണം പണ്ട് മുതലേ തറവാട്ടിൽ നിന്ന് പോവൽ തന്നെയാണ് പതിവ് കേട്ടോ. ഞാൻ പറയാൻ കാരണം ഈ ലക്കം ഇസ്ലാഹ് പറഞ്ഞപ്പോ എനിക്ക് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഹ്സനിമാരെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക്, അഹ്സനി നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു അഹ്സനി അടുത്തു തന്നെ മുജാഹിദിലെത്തും കേട്ടോ. ഞാൻ പറഞ്ഞു അല്ലാഹു അദ്ദേഹത്തിനും ഹിദായത്ത് നൽകട്ടെ. അങ്ങനെ ആളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടി എന്നത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു മരണം വരെ സുന്നത്തുമായിട്ട് നമ്മൾ നിലനിൽക്കുമാറാവട്ടെ. മനസ്സെന്ന് പറയുന്നത് അത് അല്ലാഹു തആലയാണ് അതിനെ നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു തിരിക്കുന്നിടത്തേക്ക് അതങ്ങ് തിരിഞ്ഞു പോകും. അതാണ് ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ ഇനി പറയുന്നത് എന്റെ സഹോദരന്മാരെ, മഹാന്മാരിലൂടെ ഇമാമുകളിലൂടെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. അതേ, അവരെ സ്നേഹിക്കണം, അവരോട് മഹബ്ബത്ത് വേണം. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് എല്ലാ പ്രേക്ഷവാദികൾക്കും പറ്റിയ കുഴപ്പം. സാധാരണക്കാരായ മുജാഹിദുകളോടല്ല ഞാൻ പറയുന്നത്. ഈ വലിയ വലിയ നേതാക്കൾ അവർക്ക് സത്യമറിയാം. പാവപ്പെട്ട ഞാൻ മുജാഹിദത്തെ കുറിച്ച് പഠിക്കുന്ന കാലത്ത് മുജാഹിദ് മൗലവിമാരുടെ വീടുകളിൽ ചെന്ന് അവരുടെ ഉള്ളറകളിൽ ചെന്ന് തന്നെ ധാരാളം പഠനം നടത്തിയിട്ടുണ്ട്. സലാം സുല്ലമിയൊക്കെ ആ രൂപത്തിൽ എനിക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് മൗലവിമാരെ സമീപത്ത് വന്ന് അവരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവരുടെ മതം ആ രൂപത്തിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിൽ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ നന്നായി ചിന്തിച്ചോ. ഞാൻ പറയുന്നത് എല്ലാ മഹാന്മാരെയും ഇവർ അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ മഹാന്മാരെയും അവഹേളിക്കുന്ന ഒരു സ്വഭാവം ഈ മുജാഹിദ് നേതൃത്വത്തിനുണ്ട്. അതെവിടെ നിന്ന് തുടങ്ങിയതാണ്? മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ചു വെച്ചു. സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളോടൊന്നടങ്കം പറഞ്ഞപ്പോ എല്ലാവരും സുജൂദ് ചെയ്ത് ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഞാനത് പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയാം. ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. എന്തായിരുന്നു ഇതിന്റെ കാരണം? അതേ, ഇബ്ലീസിനൊരു ന്യായമുണ്ടായിരുന്നു. അല്ലാഹുവേ, നിനക്ക് വേണമെങ്കിൽ ഞാൻ എത്രയും സുജൂദ് ചെയ്യും. അതേ സമയത്ത് നീ ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കാൻ എന്നെ കിട്ടുകയില്ല. മഹാന്മാരെ ബഹുമാനിക്കുകയില്ല, അവരെ ആദരിക്കുകയില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആരാധിക്കാം എന്ന ഇബ്ലീസിന്റെ പ്രമേയമാണ് പിൽക്കാലത്തുള്ള എല്ലാ മുഖത്തരികളുടെ നേതാക്കളും അവരെ അനുയായികളെ പഠിപ്പിച്ചത്. ഞാൻ വെറുതെ പറയുകയല്ല, ഉദാഹരണ സഹിതമാ പറയുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ആളുകളാണ് ആര്? സയ്യിദന്മാര്, സാദാത്യങ്ങളും. അതേ, لا أسألكم عليه أجرا إلا المودة في القربى. തങ്ങൾ പറയുക, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഞാൻ ഈ ദീനീ പ്രബോധനത്തിനൊരു കൂലിയും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കലല്ലാതെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാർ അവരാണ് സയ്യിദീങ്ങൾ. അവരവസാന കാലം വരെ ഉണ്ടെന്ന് നിബിതങ്ങളാ പഠിപ്പിച്ചത്. അവസാന കാലത്ത് ഇമാം മഹ്ദി വരുമെന്നും അതെന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്നും എന്റെ ഫാത്തിമയുടെ പരമ്പരകളിൽപ്പെട്ട ആളാണെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാദാത്യങ്ങളെ ബഹുമാനിക്കണം, തങ്ങന്മാരെ ആദരിക്കണം. പക്ഷേ നോക്കൂ നിങ്ങൾ, ഈ മുജാഹിദിന്റെ നേതാക്കൾ അവരതാ സർവ്വ തങ്ങന്മാരെയും ആക്ഷേപിച്ചു കളഞ്ഞു. ജീവിച്ചിരിക്കുന്ന തങ്ങന്മാരെയും വഫാത്തായ സാദാത്യങ്ങളെയും മുഴുവനും അവഹേളിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. ഞാൻ വെറുതെ പറയുകയല്ല. സക്കരിയ സലാഹി നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. ഈ സക്കരിയ സലാഹി അദ്ദേഹം ബഹുമാനപ്പെട്ട ഈ അടുത്ത് വഫാത്തായ പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളിൽ അല്ലാഹു അവിടത്തേക്ക് അവിടത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ.
എന്താ ശിഹാബുദങ്ങളെ കുറിച്ച് പറഞ്ഞത്? ശിഹാബുദങ്ങൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നല്ലാതെ നിങ്ങൾ കാര്യമല്ല. പിന്നെ തങ്ങന്മാരങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങൾ എന്ന് പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിലും ഒരു നേതാവ്, മതസംഘടനയിലും ഒരു നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം. അതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ ആത്മീയ നേതാവൊന്നുമില്ല. ചില ആളുകൾ ഇസ്ലാം തങ്ങൾ ആത്മീയ നേതാവ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ മാതിരി നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ മാതിരി നേതാവ്, അത്രയുള്ളൂ ഞങ്ങൾക്ക് ആത്മീയ നേതാവ് അല്ലാഹുവിന്റെ റസൂല് മാത്രമാണ്. മനസ്സിലായില്ലേ? ആര്യാടൻ മുഹമ്മദ് അത് പറഞ്ഞു. എന്തെല്ലാം പുകില അവിടെ ഉണ്ടായത്. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങളത് പറഞ്ഞിട്ടുള്ളൂ. ആര്യാടനൊക്കെ ഞങ്ങളെ കുത്തുകേട്ടോണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഞങ്ങളിത് പറഞ്ഞിട്ട് ആത്മീയ നേതാവ് അല്ലാഹുവിന്റെ റസൂല് മാത്രമേ ഉള്ളൂ. അതാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങന്മാര് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക വർഗത്തെ പൂവിട്ട് പൂജിച്ച് കൊണ്ടിറക്കുന്ന ഏർപ്പാടില്ല. ഞാൻ പറയുന്നത് ഇത് ചിന്തിക്കുന്ന മനസ്സിലേക്ക് ഇട്ടുതരികയാണ്. ഒരു സയ്യിദിനെ കുറിച്ച് ഇങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്? ഏത് പാർട്ടിയിലായാലും ഏത് ഗ്രൂപ്പിലായാലും നമ്മൾ വിശ്വസിക്കേണ്ടത് സാദാത്യങ്ങൾ ആത്മീയ നേതാക്കളാണെന്നാണ്. അല്ലേ? അങ്ങനെയാണ് സമുദായം അവരെ വിലയിരുത്തിയത്. ഇനി ഞാൻ പറഞ്ഞ വേറൊരു ഉദാഹരണം നോക്കി. ഏറ്റവും വലിയ ഈ സമയത്ത് ജീവിച്ചിരിക്കുന്ന സുന്നീ പ്രസ്ഥാനത്തിനും മുസ്ലിമീങ്ങൾക്കും ആത്മീയമായി നേതൃത്വം നൽകുന്ന തങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഖലീൽ തങ്ങളെ കുറിച്ച് അതാ ഒരു മൗലവി പ്രസംഗിക്കുന്നത്, ഖലീൽ തങ്ങളെ കണ്ടാലുടൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ഒരു പണ്ഡിതനെ കുറിച്ച്, ഒരു സയ്യിദിനെ കുറിച്ച് പറയണമെന്നാണ് മുജാഹിദ് ബാരിശ്ശേരി എന്ന നേതാവ് പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ. ഇനി ആയത്ത് പറഞ്ഞു നോക്കൂ. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, അതോടൊപ്പം മതത്തുന്നവർ അകറ്റുകയും ചെയ്യും. രണ്ടുപടെ ഖലീൽ തങ്ങളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊള്ളി. ലോകം നന്നാവട്ടെ. അപ്പൊ ലോകം നന്നാവാനുള്ള വഴി എന്താണ്? ഖലീൽ തങ്ങളെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. ഞാൻ ചോദിച്ചു ഈ മൗലവിയോട് ധാരാളം സ്ഥലത്ത് നമ്മളൊരു വിക്രി ചെല്ലുമ്പോൾ അതിന് തെളിവ് വേണം. മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ദിക്റ് ചൊല്ലിയാൽ തെളിവ് ചോദിക്കുന്നു. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയാലും തെളിവ് ചോദിക്കുന്നു. ഒരു സയ്യിദിനെ കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണമെങ്കിൽ ഇതിന് തെളിവ് വേണ്ടേ? ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ? ഹദീസിലുണ്ടോ അങ്ങനെ ഒരു വാചകം? ഞാൻ പല സ്ഥലത്തും ചോദിച്ചു. ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ചിന്തിക്കുന്ന മനസ്സിലേക്ക് ഞാൻ പറയുകയാണ്. എന്താണ് ഈ തങ്ങന്മാരോട് മാത്രം ഒരു വിരോധം? അതാ നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു തരാം ഒന്നുകൂടി. നേരത്തെ നിങ്ങൾ കേട്ടത് ശിഹാബുദങ്ങളും ഖലീലുകളും ആത്മീയ നേതാവല്ല. അതേ ഒരു പിന്നെ പറയുന്നു അവർ തങ്ങന്മാര് തന്നെയല്ല. നബിയുടെ കുടുംബവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. പറഞ്ഞോട്ടെ, ബാലുശ്ശേരിക്കാരൻ തന്നെ പറയട്ടെ. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. കണ്ടോ നിങ്ങൾ? അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അല്ല പിന്നെ ആരായിരിക്കും ഈ തങ്ങന്മാര്? അങ്ങനെ ഒരു വിഭാഗമുണ്ട് ഉറപ്പാണ്. കാരണം മഹ്ദി ഇമാമ് വരെ എന്റെ പരമ്പര എന്തായാലും ഉണ്ടാകുമെന്ന് ഹദീസിലുണ്ട്. പിന്നെ ആരാകും തങ്ങന്മാര്? അങ്ങനെ ചിന്തിക്കുമ്പോ ഇയാളെ പ്രസംഗം ഞാൻ ഇങ്ങനെ കേട്ടപ്പോഴയാള് ഉത്തരം പറയുന്നു, തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അദ്വാനിയാണ് പോലും തങ്ങൾ. അശോക് സിംഗാണ് തങ്ങളാണ്. അവരൊക്കെ നമ്മൾ ആക്ഷേപിക്കുകയല്ല, പക്ഷേ തങ്ങളാണെന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ. സാറാമയും കല്യാണിക്കുട്ടിയും തങ്ങളാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ വായ കൊണ്ട് അദ്ദേഹമാണെന്ന് പറഞ്ഞു വരും. നിങ്ങളൊന്ന് വിലയിരുത്തിക്കോ. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും കെട്ടിയാറും അശോക് സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്. എല്ലാവരും തങ്ങളുടെ മക്കളാണ്. അല്ലാതെ അവിടെ തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. ഞാനൊരുപാട് സ്ഥലത്ത് പിന്നിലും ചോദിച്ചു, കല്യാണിക്കുട്ടി മുതൽ അള്ളാന്റെ റസൂൽ വരെയുള്ള പരമ്പര ഒന്ന് തെളിയിക്കാമോ? തെളിയിച്ചു
തെളിയിച്ചിട്ടില്ല, അത് തെളിയിക്കുമെന്ന് പ്രതീക്ഷയില്ല. അതേ സമയത്ത് പാണക്കാട് തങ്ങൾ മുതലും ഖലീഫകൾ മുതലും അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള പരമ്പര തെളിയിക്കാൻ സാധുക്കളായി ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ഒരുക്കമാണ്. അതേ സമയത്ത് അദ്വാനി മുതലൊരു പരമ്പര അള്ളാന്റെ റസൂൽ വരെ ഈ മൗലവി എന്ന് പറഞ്ഞു തന്നാൽ നമുക്കൊരു ഉപകാരമായിരുന്നല്ലോ. കഴിയില്ല. ഞാൻ പിന്നെയും ചിന്തിച്ചു, എന്തായിരിക്കും ഈ തങ്ങന്മാരോടൊരു വലിയ വെറുപ്പ്. അപ്പൊ ഏതാ കാണുന്നു, ഈ മുജാഹിദിന്റെ നേതാവിന് അസൂയയാണ്. കാരണം തങ്ങന്മാര് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ആളുകൾ തെക്കുതീര് കൊള്ളുന്നു. മൗലവിയെ കാണുമ്പോ ഒരാളും തെക്കുതീര് കൊള്ളുന്നില്ല. അതിന്റെ അസൂയയാണ്. അതയാൾ തന്നെ പറയുന്നു, നിങ്ങളൊന്നും കേട്ടുകൊള്ളുക. അപ്പോ ആളുകളെ കിട്ടുന്നറിയോ, വലിയ വലിയ തങ്ങന്മാരൊക്കെ ഷോൾഡറിന് ഒരു മുണ്ട് താഴെ വേണം അവർ കുഞ്ഞെടുക്കാറില്ല. അതൊക്കെ ഭക്തിയാദരവോടെ സ്റ്റേജിന്റെ പിന്നാലെങ്ങനെ തക്ബീർ ചെല്ലി അല്ലേ. വാഹനത്തിൽ നിന്ന് ആളുകളെ പുറത്തേക്കൊക്കെ എങ്ങനെ അവരെ കാലൊക്കെ പിടിച്ച് കാറിനിങ്ങനെ പുറത്തേക്ക് വെച്ചു അക്ബർ അല്ലാഹു തോട്ടിനിറക്കാൻ കൊണ്ടുപോവുക ആണോ? ആ വിധത്തിലാണ് ആളുകൾ ഈ സമൂഹത്തെ, അതായത് പടച്ചോനേക്കാൾ ആദരവ് പടപ്പുകളോട്. ഞാൻ ചോദിക്കുന്നു, ഈ മൗലവി തെറ്റിദ്ധരിച്ചുപോയി പോത്തിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോ മാത്രമേ തക്ബീർ ചൊല്ലൂ എന്ന് പാവപ്പെട്ട അണികളെ പറഞ്ഞു ധരിപ്പിച്ചു. രാവിലെ പെരുന്നാളിന്റെ അന്ന് നമ്മൾ പോകുന്നു പള്ളിയിലേക്ക്. അവിടെ നമ്മൾ കൂട്ടമായി തക്ബീർ ചൊല്ലുന്നു. ഒരു പോത്തും വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അതാ തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി. അത് പോത്തിനെ കണ്ടതുകൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ സന്തോഷമുണ്ടാകുമ്പോ മുസ്ലിമീങ്ങൾ തക്ബീർ ചൊല്ലിയതാണ് കേട്ടോ. ഇതുപോലെ മുസ്ലിമീങ്ങളെ കാണുമ്പോ അവര് തക്ബീർ ചൊല്ലുന്നു. ഞാൻ പിന്നെയും ആലോചിച്ചു പോയി, ഇയാൾക്ക് എന്താണ് പറ്റിപ്പോയത്. അപ്പൊ മൂപ്പര് പറയുന്നു, അതാ തങ്ങന്മാര് മന്ത്രിച്ചിരുന്നു, അതാണ് തെറ്റെന്നാണ് അടുത്ത കേസ്. അതും അദ്ദേഹം തന്നെ പറയും. പിന്നെ എന്ത് തങ്ങൾ? തൗഹീദാണ് തങ്ങന്മാരുടെ മുഖമുദ്ര. തൗഹീദ് ഉണ്ടോ? ഇല്ല. മന്ത്രിച്ചൂരി ചരട് കെട്ടിക്കൊടുക്കും. 20 വയസ്സിന്റെ ചരട് 250 മന്ത്രിച്ചൂരി കെട്ടുന്ന തങ്ങൾ ഏത് തങ്ങൾ? അയാൾ ആരെ തങ്ങളാ? ഇവിടുത്തെ തങ്ങളാണ് അല്ലെ? തങ്ങന്മാര് റസൂലിന്റെ കുടുംബക്കാർ മന്ത്രിച്ചൂരി കെട്ടാത്തവരായി അല്ലേ? 10 പൈസന്റെ നൂല് കെട്ടിയിട്ട് 200 റുപ്യ വാങ്ങാം അല്ലേ? 10 റുപ്യന്റെ പച്ചവെള്ളം വിറ്റ് 10,000 വാങ്ങാം. അങ്ങനത്തെ ആളുകളായിരുന്നില്ല. ഞാൻ പിന്നെയും ചിന്തിച്ചു, അത് തങ്ങളാവാതിരിക്കാനുള്ള കാരണമാണോ? എന്റെ മുജാഹിദ് പ്രവർത്തകരെ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ. ഒരാൾ മന്ത്രിക്കുന്നു, ആ മന്ത്രിച്ചതിന് കൂലി വാങ്ങുന്നു. ഇതിന് തെളിവ് ബുഖാരിയിൽ തന്നെയില്ലേ? നിങ്ങളൊന്ന് ചോദിക്കണം, സ്നേഹത്തോടെ ചോദിക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങളൊന്ന് വായിക്കണം. പരിഭാഷ കൊണ്ട് പല മൗലവിമാരും, അതേ അമാരി മൗലവി എന്നൊരു മൗലവിയുണ്ട്. പഴയകാലത്ത് മുജാഹിദിന് നേതൃത്വം നൽകിയ ആളാണ്. അദ്ദേഹത്തിന് ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലതാ ആ ഹദീസും അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിങ്ങനെ യാത്ര പോയി കുറെ എണ്ണി ചെന്നപ്പോ ഒരു ഗോത്രത്തിൽ അവരെത്തി, ഒരു പ്രദേശത്ത് അവർ ചെന്നെത്തി. അങ്ങനെ ഇരിക്കെ ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ പ്രദേശത്ത് ഒരു നേതാവുണ്ട്, ആ ജാമത്തലവൻ. അദ്ദേഹത്തിന് പാമ്പേടിയേറ്റ് ബോധം നഷ്ടപ്പെട്ടുപോയി. പല ചികിത്സകളും നടത്തി, ഒരു ഫലവും കണ്ടില്ല. അവസാനമതാ സ്വഹാബത്തിന്റെ സമീപത്ത് അവർ വരുന്നു. അല്ല, ഞങ്ങളുടെ നേതാവ് പാമ്പുകളിയേറ്റ് ബോധം കെട്ടുകിടക്കുകയാണ്, ഒന്ന് മന്ത്രിച്ചു തരുമോ? ബുഖാരിയിലുള്ള സംഭവമാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവര് പറഞ്ഞു, മന്ത്രിച്ചു തരാ, പക്ഷേ വെറുതെ മന്ത്രിക്കൂല കേട്ടോ. നല്ല കൂലി വേണം. 10ഉം 20ഉം 100ഉം തന്നാൽ പോരാ, 30 ആടിനെ പ്രതിഫലമായി തരണം. ഒരൊറ്റ മിനിറ്റ് മന്ത്രിക്കും, മന്ത്രം ഫലം കാണും, പക്ഷേ 30 ആടിന് ഫലമായി വേണം. ചോദിക്കുന്നത് സ്വഹാബത്താണ്, രേഖപ്പെടുത്തുന്നത് ഇമാം ബുഖാരിയാണ് കേട്ടോ. എന്നിട്ടതാ അവരേൽക്കുന്നു, അങ്ങനെ മന്ത്രിക്കുന്നു. അയാൾ ബോധം തെളിഞ്ഞ് ചാടി എഴുന്നേറ്റിരിക്കുന്നു. മന്ത്രത്തിന്റെ ഫലമാണത്.
30 ആടിനെ വാങ്ങുന്നു. അപ്പോഴതാ ഒരു ചർച്ച, ഈ 30 ആടും ഏറ്റവും ഹലാലായ മുതല് തന്നെയാണോ? ഹലാലാണെന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ വാങ്ങിയത്. എന്നാലും ഒന്ന് ഉറപ്പിക്കണ്ടേ? അവരാടിനാരും എടുത്തില്ല, നേരെ കൊണ്ടുപോയി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ഞങ്ങൾ മന്ത്രി തേടിയിട്ട് കൂലി വാങ്ങിയ ആടുകളാണിതെല്ലാം, ഇതെടുക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏറ്റവും നല്ല മുതലല്ലേ അത്, ഒരാടിനെ എനിക്കും തന്നോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സഹാബത്തിനോട് മാത്രം എടുക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു മുജാഹിദ് മൗലവി വന്നിട്ട് പറയും, നബി തങ്ങളിത് സ്വീകരിച്ചിട്ടില്ല, സഹാബത്ത് എടുത്തിട്ടേ ഉള്ളൂ. അത് പറയണ്ട, ഇത് ഏറ്റവും നല്ല മുതലാണ്, അതുകൊണ്ട് മന്ത്രി ചോദിയിട്ട് കൂലി വാങ്ങിയവരാതിന് എനിക്കും തന്നോ? ബുഖാരിയിലില്ലേ സംഭവം? മലയാളത്തിൽ അമാനി മൗലവി എഴുതി വെച്ചതല്ലേ? ഓ മുജാഹിദ് പ്രവർത്തകരെ, എന്നിട്ട് മന്ത്രി ചോദിയത് കൊണ്ട് തങ്ങളാവാതിരിക്കുമെന്ന് ഈ നേതാവ് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ സഹോദരന്മാരെ? പിന്നെയും ഞാൻ ചിന്തിച്ചു, ഇവർക്കെന്താണ് പ്രശ്നം? അപബോധ്യമായി ഇമാമിയങ്ങളെ ഇവരെ നേതാക്കൾ തള്ളിക്കളഞ്ഞു. ഈ പ്രവർത്തകരൊന്നും അറിയുന്നില്ല. അവര് മുജാഹിദ് എന്ന് പറഞ്ഞിങ്ങനെ പലപ്പോഴും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോ ആഖിറത്തെക്കുറിച്ച് നല്ല വാഴ് പറയുന്നവർ നന്നാകും. അവർ വിചാരിച്ചു ഇതാണ് ദീനെന്ന്. അല്ല കേട്ടോ, അതിന്റെ ഉള്ളറുകളിലുള്ളത് പ്രശ്നമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ നിങ്ങൾ, ഏറ്റവും വലിയ പണ്ഡിതന്മാരെ പോലും അവർ വെറുതെ വിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇമാം ഖത്തല്ലാനി റഹിമഹുല്ലാഹ് വലിയ മഹാനാണ്. ആ മഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇമാം ഖത്തല്ലാനി എന്ന് പറയുന്ന പണ്ഡിതൻ സ്വഹീഹുൽ ബുഖാരി എന്ന ഏറ്റവും വലിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന് ലോകപ്രസിദ്ധ വ്യാഖ്യാനമെഴുതിയ പണ്ഡിതനാണ് ഇമാം ഖത്തല്ലാനി റഹിമഹുല്ലാഹ്. ഒരു വിദ്യാർത്ഥി സ്വഹീഹുൽ ബുഖാരി പഠിക്കുമ്പോൾ, ഇമാം ബുഖാരിയുടെ കിതാബ് വായിക്കുമ്പോൾ ഇമാം ഖത്തല്ലാനിയുടെ ശറഹ് നോക്കാറുണ്ട്. വലിയ പണ്ഡിതനാണ്, ലോകപ്രസിദ്ധനാണ്. പക്ഷേ ഒരു സാധുവായ മൗലവി, ഞാൻ അയാളെ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ അയാൾ പറയുന്നു, ഇമാം ഖത്തല്ലാനിക്ക് ഖുർആൻ തിരിഞ്ഞിട്ടില്ല. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനമെഴുതിയ ഇമാം ഖത്തല്ലാനി ധിക്കാരിയായ മനുഷ്യനാണ്, ഖുർആൻ പഠിക്കാത്ത മനുഷ്യനാണ് എന്ന് പറയുന്നതാരാണ്? ഒരൊറ്റ ദർശിലേക്കും പോകാത്ത, അറബി വായിക്കാനറിയാത്ത മനുഷ്യൻ മുജാഹിദ് നേതാവാണ്. സാധാരണക്കാരുള്ളപ്പോ അയാൾ ഖത്തല്ലാനി ഇമാമിനെ കുറിച്ച് പറയുന്നു. പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇമാം ഖത്തല്ലാനി റഹിമഹുല്ലാഹ് മൗലിദിനെ അനുകൂലമായി സംസാരിച്ചു എന്നതാണ് കേസ് കേട്ടോ. ഇമാം ഖത്തല്ലാനി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാണല്ലോ നാം പറയുന്നത്. അപ്പോൾ ലൈലത്തുൽ ഖദറിനാണോ നബി ജനിച്ച രാത്രിക്കാണോ കൂടുതൽ പുണ്യമുള്ളത് എന്ന് നീ ചോദിച്ചാൽ 3 കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത നബി ജനിച്ച രാത്രിക്കാണെന്ന് ഞാൻ മറുപടി പറയും. കണ്ടോ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ, ധിക്കാരിയായ ഒരു മനുഷ്യൻ. ആരെക്കുറിച്ചാ ഇത് പറഞ്ഞത്? വലിയ പണ്ഡിതനായ ഇമാം ഖത്തല്ലാനി റഹിമഹുല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. ഞാൻ പിന്നെയും ചിന്തിച്ചുപോയി, ഈ മൗലവിന്റെ ഖുർആൻ പാണ്ഡിത്യം എത്രയാണ്? അതും വേണമല്ലോ ചിന്തിക്കാം. കാരണം ഖുർആൻ പഠിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇയാൾക്ക് ഖുർആൻ തിരിയണല്ലോ. അങ്ങനെ ഞാൻ അയാളെ പ്രസംഗം ഇങ്ങനെ കേട്ടു നോക്കി. അപ്പോഴതാ ഓടുന്നത് മുഴുവൻ തെറ്റാണ്, കണ്ടിട്ട് ഓടുന്നതും തെറ്റാണ്, എപ്പോഴും ഓടുന്നതും തെറ്റാണ്. അങ്ങനെ ഡസൻ കണക്കിന് ഉദാഹരണങ്ങൾ ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ എടുത്തു വെച്ചു. ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇമാം ഖത്തല്ലാനിക്ക് ഖുർആൻ തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന മൗലവി അയാളിങ്ങനെ ഓടുന്നു ഒരായത്ത്. അത് സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ഓടുന്ന ആയത്ത്. അതും അയാൾ
നോക്കിയാണ് ഓടുന്നത്. അതാ തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ എന്ന ആയത്ത് ഇയാൾ ഓടിയത് തുരീദൂന സീനത്തൽ ഹയാത്തിദ് ദുനിയ എന്നാണ്. അപ്പൊ ഞാൻ കരുതിയ ആയത്ത് തെറ്റുപറ്റിയതാകും, പെട്ടെന്ന് ഒടുമ്പനാടിന് കഴിച്ചു പോയതാകും. അല്ല, അർത്ഥം പറയാൻ വേണ്ടി അയാൾ പിന്നെയും അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും പറയുന്നത് തുരീദൂന എന്ന് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കി ഇമാം ഖസ്സലാനിയെ ഖുർആൻ പഠിക്കാത്തവനാണെന്ന് പറയാൻ ഈ മൗലവിക്ക് ഒരു അധികാരമില്ല. അയാൾ ഖുർആൻ ഓതുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. നന്നായി ശ്രദ്ധിച്ചോ. തുരീദു സീനത്തൽ എന്നോടേണ്ട സ്ഥലത്ത് ഇയാൾ പറയുന്നത് തുരീദൂന സീനത്തൽ എന്നാണ്. ശ്രദ്ധിച്ചോളൂ. സൂറത്തുൽ കഫാർ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. തസ്ബിർ നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തൽ ഹയാത്തിദ് ദുനിയ. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ, തസ്ബിർ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തൽ ഹയാത്തിദ് ദുനിയ. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ, തസ്ബിർ യദൂന റബ്ബഹും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ബിൽ ഗദാത്തി വൽ അശീ പ്രഭാതത്തിലും പ്രദോഷത്തിലും, യുരീദൂന വജ്ഹഹു അതുകൊണ്ട് അല്ലാഹുവിന്റെ വജ് ഉദ്ദേശിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവരുമായി നീ നിന്റെ മുഖത്തെ ബന്ധിപ്പിച്ചിട്ട് പാപങ്ങളുമായി പാപപ്പെട്ടവരുമായി നോക്കൂ, വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തൽ ഹയാത്തിദ് ദുനിയ ദുനിയാവിന്റെ അലങ്കാരങ്ങളിലും പളപളപ്പുകളിലും നീ കണ്ണഞ്ചി പോകരുത്. കണ്ടോ നിങ്ങള്, അർത്ഥം പറയാൻ വേണ്ടി പിന്നെയും ഓടുകയും അതാണ്. അത് നോക്കിയിട്ടാണ് ഓടുന്നത്. സൂറത്തുൽ കഫാണ് ഓടുന്നത്. ഒരു 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ വിവരം പോലുമില്ലാതെ വലിയ വലിയ ആളുകളെ ചോദ്യം ചെയ്യുന്ന ഈ നേതാക്കളുള്ള പ്രസ്ഥാനം ഇറങ്ങിപ്പോയി സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിൽ മെമ്പറായി ആസുരം രക്ഷപ്പെടുത്തിക്കോളൂ. ഞാൻ പിന്നെയും ഇങ്ങനെ ആലോചിച്ചു, ഇബ്ലീസിന്റെ മുദ്രാവാക്യമാണ് എല്ലാ പ്രേക്ഷവാദികൾക്കും എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. മുജാഹിദുകളുടെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ അതാ പിന്നെയും കേട്ടുകേട്ട് മുജാഹിദിന്റെ വലിയ നേതാക്കൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ നേതാക്കളുടെ നേതാവായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനെ പോലും ആക്ഷേപിക്കാനും അവഹേളിക്കാനും നിസ്സാരമാക്കാനും ഈ പാവപ്പെട്ട അണികളെ വഞ്ചിച്ച മൗലവിമാരില്ലേ അവര് തയ്യാറായി കേട്ടോ. ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഈമാനിന്റെ എന്തെങ്കിലും ഒരു കണികാവശേഷിക്കുന്നുണ്ടോ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതാ മൗലവി സുഹൈർ സിംഗത്തറ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതാ അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തിൽ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബി എന്ന മുഹമ്മദ് നബി മയമാക്കാണെന്ന് പരിചയപ്പെടുത്തുന്നു. മൂസാ നബിയെ കുറിച്ച് പറഞ്ഞത് മൂസാ നബിയല്ല, അതൊരു മൂസാക്കയായിരുന്നു എന്നാണ്. ഞാൻ ചിന്തിച്ചുപോയി, ഇവർക്ക് ആഖിറത്തിൽ പേടിയുണ്ടോ? സിംഗത്തറ പറയട്ടെ, രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഒരു നേതാവിനെ കുറിച്ച് ഈമാൻ അവശേഷിക്കുന്ന മുസ്ലിമിന് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ ഇനി ഞാനൊരു പ്രസംഗം ഇനി കേൾപ്പിക്കുന്നു, അതൊരൽപ്പം ഗൗരവമുള്ളതാണ്. നിങ്ങളെ പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകർ അറിയണമെന്നില്ല. പല സ്ഥലത്തും ഞാൻ ഈ പ്രസംഗം കേൾപ്പിച്ചപ്പോ ഒരുപാട് മുജാഹിദുകൾ വിളിച്ചതിന്റെ സ്വീകരണമെന്ന് പറഞ്ഞു പലർക്കും കൊടുത്തിട്ടുണ്ട്. അതാ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി, അയാളിങ്ങനെ പ്രസംഗിക്കുന്നു. അയാളെ പ്രസംഗത്തിന്റെ വിഷയം ഒരാൾ വന്നതുകൊണ്ടോ ഒരാൾ ജനിച്ചതുകൊണ്ടോ ഈ ലോകത്ത് ഒരു അനുഗ്രഹവും ഉണ്ടാവുകയില്ല. ആ പറഞ്ഞ വാദം തന്നെ തെറ്റാണ്.
ആധുനിക ഫാഷനുകൾക്കൊപ്പം ആഭിജാത്യത്തിന്റെ പൈതൃക വേഷമായ പർദ്ദകൾക്കായി നഗരത്തിൽ പ്രവിശാലമായ ഷോറൂം. ഇന്ത്യൻ ഗൾഫ് പർദ്ദകളുടെ വിപുല ശേഖരം. നിസ്കാരക്കുപ്പായം, പർദ്ദ, ഹജ്ജ് ആവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങൾ, മുതഅല്ലിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. അൽനൂർ പർദ്ദ, മർക്കസ് പർദ്ദ ഹൗസ്, ഹിഫാസ പർദാസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 9